ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോസ് അക്കാദമി. അപ്പോൾ നമ്മുടെ സയൻറ്റിഫിക് ഓഫീസറിൻ്റെ എക്സാം ഡേറ്റ് ഒക്കെ വന്നല്ലേ. അപ്പം സയൻറ്റിഫിക് ഓഫീസർ ഫിസിക്സിൻ്റെ എക്സാം നടക്കാൻ പോകുന്നത് നവംബർ മാസം 29-ാം തീയതിയാണ്. അപ്പോൾ ആ എക്സാം എഴുതുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ കൊടുക്കേണ്ട കൺഫർമേഷൻ്റെ അവസാന തീയതി എന്ന് പറയുന്നത് ഈ മാസം, അതായത് സെപ്റ്റംബർ 11-ാം തീയതിയാണ്. അപ്പം കൺഫർമേഷൻ ഇതുവരെ കൊടുക്കാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കുക. എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ സയൻറ്റിഫിക് ഓഫീസർ ഫിസിക്സിലെ തീർച്ചയായും നോക്കിയിരിക്കേണ്ട ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ടോപ്പിക്സാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നോക്കുക. The occupancy of the states for fermions is given by. അപ്പോൾ ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലെ ഒരു പോർഷനാണ്. അപ്പം തെർമോഡൈനാമിക്സ് ഓഫ് ഫെർമി ഗ്യാസും തെർമോഡൈനാമിക്സ് ഓഫ് ബോസ് ഗ്യാസും, ഐഡിയൽ ഫെർമി ഗ്യാസും ഐഡിയൽ ബോസ് ഗ്യാസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇവിടെ ഫെർമിയോൺസിൻ്റെ കേസിലെ ഒക്യുപ്പൻസി അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി ബോസോണിൻ്റെ കേസിലായിരുന്നെങ്കിൽ ഈ ഫെർമിയോൺസിന് പകരം ബോസോൺ ആയിരുന്നെങ്കിൽ ഇത് ഓപ്ഷൻ എ ആയിരുന്നു അതിൻ്റെ ആൻസർ. ഇത് ബോസോണിൻ്റെ കേസിലെ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഒക്യുപ്പൻസിയുടെ എക്സ്പ്രഷൻ. ഇത് ഓപ്ഷൻ ബി ഫെർമിയോൺസിൻ്റെ കേസിലെ ഒക്യുപ്പൻസി അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന് എക്സ്പ്രഷനാണ്. അപ്പോൾ തെർമോഡൈനാമിക്സ് ഓഫ് ഐഡിയൽ ഫെർമി ഗ്യാസും തെർമോഡൈനാമിക്സ് ഓഫ് ഐഡിയൽ ബോസ് ഗ്യാസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എല്ലാവരും നോക്കിയിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഇവിടെ ഇ എന്ന് പറയുന്ന ആ ലെവലിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി, മ്യൂ എന്ന് പറയുന്ന കെമിക്കൽ പൊട്ടൻഷ്യൽ, കെ എന്ന് പറയുന്ന ബോൾട്സ്മാൻ കോൺസ്റ്റൻറ്റ്, ദെൻ ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ. ഓക്കെ, ഇപ്പോൾ ഫെർമിയോൺസിൻ്റെ കേസിലെ ബോസോണിൻ്റെ കേസിലെ ഒക്യുപ്പൻസി അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ എക്സ്പ്രഷൻ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ദെൻ എ ഫ്രീ ഇലക്ട്രോൺ ഹാസ് എ കൈനറ്റിക് എനർജി ഓഫ് 100 ഇലക്ട്രോൺ വോട്ട്. ഇറ്റ്സ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് വിൽ ബി. അപ്പോൾ ഇതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. നമുക്കറിയാം ലാംഡ ഈസ് ഈക്വൽ ടു h/p. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു എക്സ്പ്രഷനാണ്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു എക്സ്പ്രഷനാണ്, നമുക്ക് ഈസി ആയിട്ട് കോമൺ ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ് ഇ ഈസ് ഈക്വൽ ടു h nu അല്ലേ. ഇ ഈസ് ഈക്വൽ ടു h nu അല്ലെങ്കിൽ hc/λ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അല്ലേ. നോക്കുക, ഹിയർ we want to calculate the de Broglie wavelength. Okay, then the energy, kinetic energy is given. It is of the order of 100 electron volt അല്ലേ. അപ്പോൾ നമുക്ക് de Broglie wavelength ഇക്വേഷൻ അറിയാം അല്ലേ. എന്താണ്? ലാംഡ ഈസ് ഈക്വൽ ടു h/p അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു h/√2me. അതെങ്ങനെ വന്നു? നമുക്കറിയാം E ഈസ് ഈക്വൽ ടു p²/2m അല്ലേ. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു p²/2m ആണ് അല്ലേ. therefore p² is equal to 2me and p is equal to √2mv. അപ്പോൾ പിക്ക് നമുക്കിവിടെ √2me കൊടുക്കാം അല്ലേ. ഇനി നമുക്കറിയാം ഇലക്ട്രോൺ ആണ് കേസ് അല്ലേ. ഫ്രീ ഇലക്ട്രോൺ അല്ലേ, ഫ്രീ ഇലക്ട്രോൺ ആണ് കേസ് ഇവിടെ. അപ്പോൾ നമുക്കറിയാം എച്ച് എന്ന് പറയുന്ന നമ്മുടെ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, അതിന് വാല്യൂ നോക്കുക, യൂണിറ്റ് നോക്കുക. ഇനി ഇവിടെ എം എന്ന് പറയുന്ന ഇവിടെ ഇലക്ട്രോണിൻ്റെ മാസ്സാണ്. ഇപ്പോൾ ഇലക്ട്രോണിൻ്റെ മാസ് നമുക്കറിയാം അല്ലേ. ഇനി ഇ എന്ന് പറയുന്നത് എന്താണ്? തന്നിരിക്കുന്ന 100 ഇലക്ട്രോൺ വോട്ട് അല്ലേ. നമുക്കിതിലേക്ക് മാറ്റാം. നമുക്കത് സ്റ്റാൻഡേർഡ് SI യൂണിറ്റായ എനർജിയുടെ സ്റ്റാൻഡേർഡ് SI യൂണിറ്റായ ജൂളിലേക്ക് നമുക്ക് മാറ്റണം അല്ലേ. സോ നമുക്കറിയാം 1 ജൂൾ ഈസ് ഈക്വൽ എത്രയാണ്? 1.6 × 10⁻⁹ ഇലക്ട്രോൺ വോൾട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്തിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? 1.6 × 10⁻⁹ കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം ടു കൺവേർട്ട് ഇലക്ട്രോൺ വോൾട്ട് ഇൻ ടു ജൂള്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? എല്ലാ വാല്യൂസും കിട്ടി എന്ത് ചെയ്യുക? ഇക്വേഷനിൽ കൊടുക്കുക. നോക്കുക, എച്ചിന് വാല്യൂ കൊടുക്കുക, 2 നമുക്ക് കോൺസ്റ്റൻറ്റ്, എമ്മും കോൺസ്റ്റൻ്റ് ആണല്ലേ. അപ്പോൾ ഇയും കൊടുക്കുക. നിങ്ങൾ നോക്കുക ഇവിടെ. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലം നോക്കുക, നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യുന്ന പറയുന്നത് കുറച്ച് ടഫാണല്ലോ. നമുക്ക് കാൽക്കുലേറ്ററൊക്കെ വേണ്ടി വരും. പക്ഷെ നമുക്ക് പറയാം PSC എക്സാമാണ്, നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? നോക്ക്, ഇവിടെ എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് എപ്പോഴും കോൺസ്റ്റൻറ്റാണ്. 2 എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻറ്റാണ്. എം എന്ന് പറയുന്ന ഇലക്ട്രോണിൻ്റെ കേസിൽ അത് എപ്പോഴും കോൺസ്റ്റൻറ്റാണ്. അപ്പം ഇത്രയും ക്വാണ്ടിറ്റി, അതായത് h/√2
√2m. അത്രയും ക്വാണ്ടിറ്റിയുടെ വാല്യൂ നിങ്ങളൊന്ന് കാണാതെ പഠിച്ചു വയ്ക്കുക. അതിൻ്റെ വാല്യൂ എത്രയാണ്? 5 × 10⁻⁻⁹ അതിൻ്റെ വാല്യൂ. പിന്നെ ബാക്കി എന്ത് ചെയ്താൽ മതി? ബാക്കി ഈ എനർജിയുടെ വാല്യൂ മാത്രം തരുന്നതനുസരിച്ച് എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇവിടെ ഇലക്ട്രോൺ വോൾട്ടിലല്ല ജൂളാണ് തന്നേക്കുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ആ വാല്യൂ മാത്രമേ കൊടുത്താൽ മതി. നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. പക്ഷേ ഇവിടെ ഇലക്ട്രോൺ വോൾട്ടിലായാലും നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്ത് ചെയ്യുക? 100 × 1.6 × 10⁻90 അല്ലേ? അതെന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇപ്പോൾ 10⁻2 ഉണ്ടല്ലേ? അപ്പോൾ 10⁻2 10⁻90 എടുത്ത് 10⁻17 ആവും അല്ലേ? നമുക്ക് റൂട്ട് അല്ലേ? അപ്പോൾ നമുക്ക് 16 റൂട്ട് അറിയാം അല്ലേ? 4 നമുക്ക് 1.6 നമുക്ക് 16 ആക്കാം. അപ്പോൾ 16 ആക്കുമ്പോൾ എന്ത് ചെയ്യും? ഒരു എക്സ്ട്രാ ഒരു 10⁻1 കൂടെ വരും അല്ലേ? 10⁻18 ആവും അല്ലേ? അപ്പം 5 എന്ന് പറയും. ഈ കാണിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കാണാതെ പഠിച്ച് വയ്ക്കുക. h/√2m വാല്യൂ നിങ്ങൾ കാണാതെ പഠിച്ച് വയ്ക്കുക. 5 × 10⁻90. സോ 5 × 10⁻90 ഡിവൈഡ് ബൈ നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ 16 ആക്കിയല്ലേ? സോ 16 × 10⁻80. സോ എന്താണ് ഈ ക്വാണ്ടിറ്റി? അതുപോലെ നമ്മൾ എഴുതുന്നു 16 റൂട്ട് എന്ന് പറയുന്നത് 4, ദെൻ 10⁻18 റൂട്ട് എന്ന് പറയുന്നത് 10⁻90 അല്ല സോറി 9. ഓക്കെ, ഇപ്പം എന്ത് ചെയ്യുക? 5/4 എന്ന് പറയുന്നത് ഏകദേശം 1.226 എന്ന് വരും. × 10⁻10 വരും അല്ലേ? അതായത് ആങ്സ്ട്രമാണ്. അതായത് 1.226 ആങ്സ്ട്രമാണ്. പക്ഷെ നമ്മൾ എന്താണ് ഓപ്ഷൻസിൽ എല്ലാ യൂണിറ്റ് വന്നാൽ ഇൻ നാനോമീറ്ററിലെ യൂണിറ്റ് അല്ലേ? സോ വി ഹാവ് ടു കൺവേർട്ട് ദിസ് ഇൻറ്റു നാനോമീറ്റർ. നമുക്കറിയാം 10⁻9 ആണ് എന്ത്? നാനോമീറ്റർ എന്ന് പറയുന്നത് അല്ലേ? 10⁻9. അപ്പോൾ എത്ര വരും? 0.1226 നാനോമീറ്റർ ആയിരിക്കും ആൻസർ വരിക. 0.1226 നാനോമീറ്റർ വിൽ ബി ദ ആൻസർ. കണ്ടോ? അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പഠിച്ചു വയ്ക്കാൻ മതി അല്ലേ? ഈ ഒരു കോൺസ്റ്റൻ്റ് പോലെ നിങ്ങൾക്ക് 5 × 10⁻9 നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, കണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ദ ഐഗൺ വാല്യൂസ് ഓഫ് ദ മെട്രിക്സ്. ഇപ്പം മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ഇൻ ഫിസിക്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ? ഈ മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മുടെ സിലബസ് ഇല്ലെങ്കിൽ പോലും ഇത് ചോദിച്ചു കാണാമെന്നുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. മെട്രിക്സ് അല്ലേ? വളരെ എളുപ്പമാണിത് അല്ലേ? നോക്കുക, ഇതൊരു 2/2 ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. 2/2 സ്ക്വയർ മെട്രിക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഐഗൺ വാല്യൂസ് വേണം. അപ്പോൾ നിങ്ങൾ 2 ഐഡിയ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്കിവിടെ മെട്രിക്സിൻ്റെ ട്രേസ് എന്താണെന്ന് നമുക്കറിയണം. മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്താണെന്ന് നമുക്ക് അറിയണം. ഒരു മെട്രിക്സിൻ്റെ ട്രേസ് എന്ന് പറയുന്നത് അതിൻ്റെ ഡയഗണൽ എലമെൻസിൻ്റെ സം ആയിരിക്കും. ഒരു മെട്രിക്സിന് ട്രേസ് എന്ന് പറയുന്നത് അതിൻ്റെ ഡയഗണൽ എലമെൻസിൻ്റെ സം ആയിരിക്കും. അപ്പോൾ ഇവിടെ എത്ര വരും? 2 + 2 4 അല്ലേ? therefore here is equal to എത്ര വരും? 2 + 2 4 ആയിരിക്കും ഇവിടെ ട്രേസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പം ആ ട്രേസിനെ നമുക്ക് എങ്ങനെ ഐഗൺ വാല്യൂസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ, ട്രേസ് എന്ന് പറയുന്നത് ഐഗൺ വാല്യൂസിൻ്റെ സം ആയിരിക്കും. നമ്മൾ പറഞ്ഞു സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് ആണ് ട്രേസ് എന്ന് പറയുന്നത്. ആ ട്രേസ് എന്ന് പറയുന്നത് ഐഗൺ വാല്യൂസിന് സമ്മിനും ഈക്വൽ ആയിരിക്കും. അതേപോലെ ഐഗൺ വാല്യൂസിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റും ഈക്വൽ ആയിരിക്കും. ഈ 2 പോയിന്റാണ് നമുക്കിവിടെ അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന്, ഐഗൺ വാല്യൂവിൻ്റെ സം എന്ന് പറയുന്നത് ട്രേസ് ആണെന്നും ആ ട്രേസ് എന്ന് പറയുന്നത് സം ഓഫ് ഐഗൺ വാല്യൂ ആണെന്നും സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് ആണെന്നും അതേപോലെ ഐഗൺ വാല്യൂസിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് ആണെന്നും ഉള്ള ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിക്കേ. ഇപ്പോൾ ഇവിടെ നമുക്ക് ട്രേസ് എന്ന് പറയുന്നത് 4 ആണല്ലേ? അപ്പോൾ എന്തായിരിക്കും? ഐഗൺ വാല്യൂസിൻ്റെ സം എന്ന് പറയുന്നത് 4 ആയിരിക്കണം അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ വരുമോ? -1 + 1 0. സെക്കൻഡ് ഓപ്ഷൻ 1 + 1 2 ആയുള്ളൂ അല്ലേ? നമുക്ക് 4 പറഞ്ഞു അല്ലേ? ദെൻ -1 + 5 അത് 4 ആയി. അടുത്ത് -1 + -1 + -5 അതായത് -4. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ? നമുക്ക് ഈ ഒരു ഐഡിയ വെച്ച് തന്നെ നമുക്ക് കിട്ടി അല്ലേ? സം ഓഫ് ഐഗൺ വാല്യൂസ് ട്രേസ് ആയിക്കണമെന്ന ഐഡിയ വെച്ച് നമുക്ക് ഓപ്ഷൻ സി നമുക്ക് ആൻസർ ആയിട്ട് കിട്ടി അല്ലേ? കാരണം ട്രേസ് എത്ര ആയിരിക്കണം? 4 ആണ്. അപ്പോൾ സം ഓഫ് ഐഗൺ വാല്യൂസ് എന്തായിരിക്കണം? 4 ആയിരിക്കണം. അപ്പോൾ ഓപ്ഷൻ സി വിൽ ബി ദ ആൻസർ. കണ്ടോ? ഇതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ട ആ ഒരു ഐഡിയ. ഓക്കെ, ദെൻ അടുത്ത് നോക്കുക. ഇലക്ട്രോണിക്സിലുള്ള പ്രോബ്ലം ആണ് അല്ലേ? ഇതൊരു
ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ സർക്യൂട്ടാണ്. ഇതൊരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ സർക്യൂട്ട്. ദാറ്റ് മീൻസ് ഇതെന്ന് പറയുന്ന ഇൻപുട്ടുകളുടെ ഡിഫറൻസിനെ ആയിരിക്കും ഇത് ആംപ്ലിഫൈ ചെയ്യുക. ഇൻപുട്ട് ഇവിടെ 2 ഇൻപുട്ട് ഉണ്ടല്ലേ, ഒരു V1 ഉണ്ട്, ഒരു V2 ഉണ്ട്. V1 എന്ന് പറയുന്നത് കണക്ട് ചെയ്തേക്കുന്ന നമ്മുടെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കും V2 ഈസ് കണക്റ്റഡ് ടു ഇൻവേർട്ടിംഗ് ടെർമിനൽ അല്ലേ. ഓപ്പാമ്പിൻ്റെ 2 ടെർമിനലിലേക്കും നമുക്ക് ഇവിടെ ഇൻപുട്ട് ഉണ്ട്. ഇതൊരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ സർക്യൂട്ട്. ദാറ്റ് മീൻസ് ഇത് അതിൻ്റെ ഇൻപുട്ടുകളുടെ ഡിഫറൻസിനെ ആയിരിക്കും അത് ആംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ടിന് ഒരു എക്സ്പ്രഷനുണ്ട്. ദാറ്റ് ഈസ് ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി ഈസ് ഈക്വൽ ടു ഡിഫറൻസ് ഇൻ ഇൻപുട്ട് വോൾട്ടേജ്, ദാറ്റ് ഈസ് V1 മൈനസ് V2. V1 എന്ന് പറയുന്നത് ചിലപ്പോൾ ഇവിടെ V2 ആകും, ഇവിടെ V1 ആകും. അപ്പോൾ എന്ത് ചെയ്യുക, V2 മൈനസ് V1. കാരണം V1 എന്ന് പറയുന്നത് എപ്പോഴും നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്ക് കൊടുത്തേക്കുന്ന ഇൻപുട്ടും V2 വിൽ ബി ദ ഇൻപുട്ട് ദാറ്റ് ഈസ് ഗിവൺ ടു ദ ഇൻവെർട്ടിംഗ് ടെർമിനൽ. അപ്പം നമ്മളിത് ഈക്വേഷൻ ഡിറൈവ് ചെയ്ത് നമ്മൾ ഇൻവെർട്ടിംഗ് ടെർമിനലിൻ്റെ കേസിലെയും അല്ലെങ്കിൽ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ കേസിലെയും നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ കേസിൽ 2 കേസിൽ നമ്മൾ പ്രത്യേകം എടുത്താണ് നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ അവസാനം വന്നെത്തിയത്. അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ സർക്യൂട്ടിൻ്റെ കേസിലെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് V1 ഡിഫറൻസ് ഇൻ ഇൻപുട്ട് വോൾട്ടേജ് ഇൻറ്റു RF, ദാറ്റ് ഈസ് ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ R1 ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ ആൻസർ എത്ര വരും? ആൻസർ വിൽ ബി എത്ര വരും? V1 2 മൈനസ് 1 അല്ലേ, ഇൻറ്റു RF ഈസ് 100 ഡിവൈഡ് ബൈ R1 ഈസ് 100 അഗെയിൻ 100. അപ്പോൾ എത്ര വരും? 1 അല്ലേ, 2 മൈനസ് 1 1 ഇൻറ്റു 1 ദാറ്റ് ഈസ് 1 വോൾട്ട് അല്ലേ. 1 വോൾട്ട് വിൽ ബി ദ ആൻസർ കണ്ടോ. ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. 1 വോൾട്ട് ഈസ് ദ ആൻസർ കണ്ടോ. ഇത്ര സിമ്പിളാണല്ലേ. അപ്പം ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ സർക്യൂട്ടിൻ്റെ കേസിലെ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഫോം നിങ്ങൾ ഓർത്ത് വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് അല്ലേ. ഇനി നോക്കാം, നമ്മുടെ ന്യൂക്ലിയർ ഫിസിക്സിലെ ഒരു ക്വസ്റ്റ്യനാണ് അല്ലേ. അതായത് നമ്മുടെ കൺസർവേഷൻ ലോസ് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ആ റിയാക്ഷൻ പോസിബിൾ ആണോ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. കൺസർവേഷൻ ലോ അപ്ലൈ ചെയ്യണോ നമുക്ക് ഒരു റിയാക്ഷൻ പോസിബിൾ ആണോ അല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, നമുക്കറിയാം ഒരു റിയാക്ഷൻ പോസിബിൾ ആണെങ്കിൽ അത് പല കൺസർവേഷൻ ലോസ് അപ്ലൈ ചെയ്യണം അല്ലേ. ഒബേ ചെയ്യണം അല്ലെ. എന്തൊക്കെയാണ്? ചാർജ് കൺസർവ്ഡ് ആയിരിക്കണം, ദെൻ എന്താണ് ബാരോൺ നമ്പർ കൺസർവ്ഡ് ആയിരിക്കണം, ലെപ്റ്റോൺ നമ്പർ കൺസർവ്ഡ് ആയിരിക്കണം, സ്പിൻ കൺസർവ്ഡ് ആയിരിക്കണം. അങ്ങനെ പല ക്രൈറ്റീരിയ ഉണ്ടല്ലേ ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ പോസിബിൾ ആണോ അല്ലെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി. ഇവിടെ നോക്കിയ ക്വസ്റ്റ്യൻ എന്താണ്? ഐഡൻറ്റിഫൈ ദ റിയാക്ഷൻ ദാറ്റ് ഡസ് നോട്ട് കൺസർവ് സ്ട്രെയിഞ്ചനസ് അല്ലേ. അപ്പോൾ സ്ട്രെയിഞ്ചനസ് ക്വാണ്ടം നമ്പർ എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റി കൺസർവ് ചെയ്യാത്ത ന്യൂക്ലിയർ റിയാക്ഷൻ ഏതാണെന്ന് ചോദിച്ചേക്കുന്നത് അല്ലേ. ചെക്ക് ചെയ്ത് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ നോക്കിക്കേ. ഓപ്ഷൻ എ നോക്കുവാണെങ്കിൽ നോക്കുക, നമ്മുടെ -π എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ട്രെയിഞ്ച് പാർട്ടിക്കിൾ അല്ല. അപ്പോൾ അവിടെ 0 പ്ലസ് പ്രോട്ടോൺ അത് സ്ട്രെയിഞ്ച് പാർട്ടിക്കിൾ അല്ല, അതും 0 ഗീവ്സ് K മെസോൺ അതൊരു സ്ട്രെയിഞ്ച് പാർട്ടിക്കിളാണ്. അതിൻ്റെ സ്ട്രെയിൻനെസ് നമ്പർ എന്ന് പറയുന്നത് +1 പ്ലസ് ഇത് ഡെൽറ്റ അല്ലേ. ഡെൽറ്റ എന്ന് പറയുന്ന സ്ട്രെയിഞ്ച് പാർട്ടിക്കിൾ അതിൻ്റെ എന്ന് പറയുന്നത് -1. അപ്പോൾ അത് 0 ആയി പോകുള്ളൂ അല്ലേ. അപ്പോൾ ഇത് 0 1 -1 0 അല്ലേ. അപ്പോൾ ഇവിടെ 0 ഗീവ് 0. അപ്പോൾ ഇത് സ്ട്രെയിഞ്ച് ക്വാണ്ടം നമ്പർ ഇവിടെ കൺസർവ്ഡ് ആണ്. ഓക്കെ, ഇനി ഓപ്ഷൻ സി നോക്കിക്കേ. സി എന്ന് പറയുന്നത് π+ എന്ന് പറയുന്നത് സ്ട്രെയിഞ്ച് പാർട്ടിക്കിൾ അല്ല. എന്താണ് സ്ട്രെയിഞ്ച് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് അല്ലേ? നമുക്കറിയാം സാധാരണ രീതിയിൽ ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ ഫോം ചെയ്യുന്നത് വീക്ക് ഇൻട്രാക്ഷൻ വഴി ഫോം ചെയ്ത് എന്താണ് വീക്ക് ഇൻട്രാക്ഷൻ വഴി ഡീക്ക് ചെയ്ത് പോകുന്ന റിയാക്ഷനാണത്. അതായത് ഒന്നുകൂടെ പറയാം, അതായത് ഒരു സ്ട്രെയിഞ്ച് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ഒരു ന്യൂക്ലിയർ റിയാക്ഷനിലൂടെ പാർട്ടിക്കിൾ ഫോം ചെയ്യുന്നു, വീക്ക് ഇൻട്രാക്ഷൻ വഴി ഫോം ചെയ്ത് വീക്ക് ഇൻട്രാക്ഷൻ വഴി ഡീക്ക് ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ സ്ട്രോങ് ഇൻട്രാക്ഷൻ വഴി ഫോം ചെയ്ത് സ്ട്രോങ് ഇൻട്രാക്ഷൻ വഴി ഡീക്ക് ചെയ്ത് പോകുന്നു. ഇനി ഇത്തരത്തിലല്ലാതെ വീക്ക് ഇൻട്രാക്ഷൻ വഴി ഫോം ചെയ്ത് സ്ട്രോങ് ഇൻട്രാക്ഷൻ വഴി ഡീക്ക് ചെയ്ത് പോവുക, അല്ലെങ്കിൽ സ്ട്രോങ് ഇൻട്രാക്ഷൻ വഴി ഫോം ചെയ്ത് വീക്ക് ഇൻട്രാക്ഷൻ വഴി ഡീക്ക് ചെയ്ത് പോകുന്ന ടൈപ്പ് ഓഫ് പാർട്ടിക്കിളാണെന്ന് സ്ട്രെയിഞ്ചനസ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സിക്കകത്ത് പയോൺസ് അല്ലേ. പയോൺസ് എന്ന് പറയുന്ന സ്ട്രെയിഞ്ച് പാർട്ടിക്കിൾ അല്ല, ന്യൂട്രോൺ സ്ട്രെയിഞ്ച് പാർട്ടിക്കിൾ അല്ല,
ദെൻ കെ പ്ലസ് എന്ന് പറയുന്നത് അതിൻ്റെ +1 ആണ്. ദെൻ സ്ട്രെയിനസ് ക്വാണ്ടം നമ്പർ എപ്സിലോണിൻ്റെ -1. അപ്പോൾ ഇതിവിടെ എന്താണ് ഇത് 0. അപ്പോൾ 0 ഗീവ് 0, ഇവിടെ അത് ഒബേ ചെയ്യുന്നുണ്ട് അല്ലേ. ഇനി ഓപ്ഷൻ ഡി നോക്കിക്കേ. ഡി എന്ന് പറയുന്നത് പ്രോട്ടോൺ എന്ന് പറയുന്നത് സ്ട്രേഞ്ച് പാർട്ടിക്കിൾ അല്ല, പയോൺസ് അല്ല. കെ പ്ലസിൻ്റെ +1 ആണ് സ്ട്രെയിനസ് ക്വാണ്ടം നമ്പർ. കെ മൈനസിൻ്റെ -1 ആണ്. ന്യൂട്രോണിൻ്റെ 0. അപ്പോൾ ഇവിടെ 0 ഗീവ്സ് 0. അപ്പോൾ ഇവിടെ ഒബേ ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോൾ 3 കേസ് ഒബേ ചെയ്യുന്നുണ്ട്. ഈ ഓപ്ഷൻ ബി നോക്കിക്കേ. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് നോക്കുക, പയോൺസ് എന്ന് പറയുന്നത് +0 ആണ്, സ്ട്രെയിനസ് ക്വാണ്ടം നമ്പർ അല്ല, സ്ട്രെയിനസ് പാർട്ടിക്കിൾ അല്ല. പ്രോട്ടോൺ എന്ന് പറയുന്നത് സ്ട്രെയിഞ്ച് പാർട്ടിക്കിൾ അല്ല. കെ 0 അല്ലേ, കെ 0 എന്ന് പറയുന്ന സ്ട്രെയിഞ്ച് പാർട്ടിക്കിൾ അതിൻ്റെ എന്ന് പറയുന്നത് +1 ആണ്. ദെൻ ന്യൂട്രോൺ അത് സ്ട്രെയിഞ്ച് പാർട്ടിക്കിൾ അല്ല, 0 ആണ്. അപ്പോൾ നോക്കി ഇവിടെ 0 ഗീവ്സ് 1. അപ്പോൾ ഇവിടെ ആണ് എന്ത് സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ കൺസിഡർ ചെയ്യാത്തത്. അപ്പോൾ ഈ ഓപ്ഷൻ ബി എന്ന് പറയുന്ന റിയാക്ഷൻ എന്താണ്, പോസിബിൾ അല്ല. കാരണം എന്താണ്, ഇത് സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ ഇത് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് പോസിബിൾ ആയിട്ടുള്ള റിയാക്ഷൻ അല്ല. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ വരിക. ഓക്കെ. ദെൻ ക്ലാസിക്കൽ മെക്കാനിക്സിലെ ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലേ. ക്ലാസിക്കൽ മെക്കാനിക്സിലെ ക്വസ്റ്റ്യൻ നോക്കുക. ദ ലഗ്രാഞ്ചൻ ഓഫ് എ സിസ്റ്റം ഈസ് ഗിവൺ അല്ലേ. ലഗ്രാഞ്ചൻ ഈസ് തന്നിട്ടുണ്ടെന്നാണ്. ലഗ്രാഞ്ചൻ കൈനറ്റിക് എനർജി പാർട്ട് ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി പാർട്ടെല്ലാം ഉണ്ടല്ലേ. ലഗ്രാഞ്ചൻ ഓഫ് ദ സിസ്റ്റം ഈസ് ഗിവൺ അല്ലേ. വിച്ച് എമംഗ് ദ ഫോളോവിങ് റെപ്രസെൻറ്റ് ദ കമ്പോണൻസ് ഓഫ് മൊമെൻറ്റ് ഓഫ് ദ സിസ്റ്റം. വിച്ച് എമംഗ് ദ ഫോളോവിങ് റെപ്രസെൻറ്റ് ദ കമ്പോണൻസ് ഓഫ് മൊമെൻറ്റ ഓഫ് ദി സിസ്റ്റം അല്ലേ. ഇപ്പോൾ എന്താണ് ഇവിടെ നമുക്ക് വേരിയബിൾ നോക്കുക. ഇവിടെ എക്സും ഉണ്ട് വൈയും ഉണ്ട് വേരിയബിൾസ്. സോ കമ്പോണൻസ് ഓഫ് മൊമെൻറ്റ മീൻസ് എന്തൊക്കെയാണ്, ഒന്ന് പി എക്സും ആകാം, അടുത്ത് പി വൈയും ആകാം. ഇതാണ് മൊമെൻറ്റയുടെ കമ്പോണൻസ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ വേരിയബിൾസ് ആയിട്ട് എക്സും വൈയും ഉണ്ട്. സോ പി എക്സും പി വൈയും ആണ് ഇവിടെ എന്ത് ചെയ്യും, മൊമെൻറ്റയുടെ കമ്പോണൻസ് എന്ന് പറയുന്നത്. സോ പി എക്സ് എന്ന് പറയുന്നത് ഇഫ് ലഗ്രാഞ്ചൻ ഈസ് ഗിവൺ, if the Lagrangian is given, Px is equal to dou L by dou x dot ആയിരിക്കും. അതേപോലെ പി വൈ എന്ന് പറയുന്നത് dou L by dou y ഡോട്ടും ആയിരിക്കും. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ലഗ്രാഞ്ചൻ ടേക്ക് ഡെറിവേറ്റീവ് ഫോർ കാൽക്കുലേറ്റിംഗ് പി എക്സ്, ജസ്റ്റ് ടേക്ക് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ലഗ്രാഞ്ചൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡോട്ട്. അല്ല എന്ത് ചെയ്യുക, dou L by dou x ഡോട്ട് എടുത്തോ. ഇല്ലിൻ്റെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡോട്ട് എന്ത് ചെയ്യുക, ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ ഫസ്റ്റ് ടൈം എന്ത് വരും, ½ ഇൻറ്റു എം ഇൻറ്റു എക്സ് ഡോട്ട് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2x ഡോട്ട് പ്ലസ് ½ എം ഇൻറ്റു ഇതിൻ്റെ 2x ഡോട്ട് പ്ലസ് അടുത്തതിൻ്റെ എക്സ് ഡോട്ട് ഇല്ലാത്ത 0. ദെൻ അടുത്ത ടൈം എന്ത് വരും, എക്സ് ഡോട്ട് മാത്രം ഒഴിച്ച് ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് അല്ലേ. സോ 2y ഡോട്ട് കോസ് ആൽഫ എക്സ് ഡോട്ട് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 അല്ലേ. 2y ഡോട്ട് കോസ് ആൽഫ വരും. ദെൻ അടുത്ത ടൈമിൻ്റെ എക്സ് ഡോട്ടൊന്നും ഇല്ല, സോ അവിടെ 0. ദെൻ എന്ത് ചെയ്യുന്നത് മതി, സിംപ്ലിഫൈ ചെയ്താൽ മതി അല്ലേ. സോ നമുക്ക് പി എക്സിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് ഫൈനലായിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും. കാരണം ഇവിടെ 2 കോമൺ ആയതുകൊണ്ട് ആ 2 കോമൺ ആക്കി എടുക്കുന്ന ഈ 2 ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ഇതാണ് പി എക്സിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ വല്ലതും ഉണ്ടെന്ന് നോക്കിയേ. ഇത് ഓപ്ഷൻ സി നോക്കിക്കേ. ഓക്കെ അല്ലേ. ഓപ്ഷൻ സി ആയിട്ട് ഇത് മാച്ചിങ് ആണ്. ഓക്കെ. ഇനി പി വൈ എന്ന് പറയുന്നത് dou L by dou y ഡോട്ടാണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടൈമിൽ എക്സ് വൈ ഡോട്ട് ഇല്ലാത്തതുകൊണ്ട് 0 ആയി പോവും. 0 പ്ലസ് ½ എം ഇൻറ്റു ഇവിടെ വൈ ഡോട്ട് ഇല്ലാത്തതുകൊണ്ട് 0 ആയി പോവും. പ്ലസ് ഇവിടെ 2y ഡോട്ട് ആവുമല്ലോ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അല്ലേ. 2y ഡോട്ട് പ്ലസ് ഇവിടെ വൈ ഡോട്ടിന് 1, ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് അല്ലേ. 2x ഡോട്ട് കോസ് ആൽഫ. ദെൻ ഇവിടെ ദർ ഇസ് നോ y ഡോട്ട് ഇൻ ദിസ് ടൈം, സോ ദിസ് വിൽ ബി 0 വെൻ വി ടേക്ക് ദ ഡെറിവേറ്റീവ്. സോ the final expression for py will be m into y dot plus x dot cos alpha അല്ലേ. ഓപ്ഷൻ ബി. പക്ഷെ അവിടെ എന്താണ്, അത് പി എക്സ് ആണെന്നാണ് വന്നേക്കുന്നത് അല്ലേ. പക്ഷെ പി എക്സ് അല്ല, അത് പി വൈ ആയിരുന്നു. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ദാറ്റ് ഈസ് പി എക്സ് ഈസ് ഈക്വൽ ടു എം എക്സ് ഡോട്ട് പ്ലസ് എം ഇൻറ്റു എം എക്സ് ഡോട്ട് പ്ലസ് വൈ ഡോട്ട് കോസ് ആൽഫ ആണോ. അപ്പോൾ ഇങ്ങനെ ലഗ്രാഞ്ച് തരും നമുക്ക് പി എക്സും പി വൈ, അതായത് കോഞ്ചുഗേറ്റ് മൊമെൻറ്റ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. അതേപോലെ തന്നെ ഇഫ് ദി ലഗ്രാഞ്ചൻ ഈസ് ഗിവൺ ദെൻ ഫൈൻഡ് ദ കറസ്പോണ്ടിങ് ഹാമിൽട്ടോണിയൻ. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ലെജൻഡറി ട്രാൻസ്ഫോർമേഷൻ വെച്ച് വി ക്യാൻ യൂസ് ലെജൻഡറി ട്രാൻസ്ഫോർമേഷൻ ടു ഫൈൻഡ് ഔട്ട് ദ ഹാമിൽട്ടോണിയൻ കറസ്പോണ്ടിങ് ടു ദിസ് പർട്ടിക്കുലർ
ലഗ്രാഞ്ചിയൻ. എന്താ ഇക്വേഷൻ യൂസ് ചെയ്യാൻ നോക്കുവാൻ നമുക്ക്? H ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ ഐ പി ഐ എന്താണ്? പി ഐ ക്യൂ വൈ ഡോട്ട് അല്ലേ, പി ഐ ക്യൂ വൈ ഡോട്ട് മൈനസ് എൽ വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഈ ലഗ്രാഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹാമിൽട്ടോണിയൻ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതേപോലെ ഇഫ് ദ ഹാമിൽട്ടോണിയൻ ഈസ് ഗിവൺ വി ക്യാൻ ഈസിലി ഫൈൻഡ് ദ കറസ്പോണ്ടിങ് ലഗ്രാഞ്ചിയൻ ഓഫ് ദ സിസ്റ്റം ഹാവിങ് ദിസ് ഹാമിൽട്ടോണിയൻ. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനെ പറ്റി നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റുള്ള ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.